ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കപ്പിക്സ്. ഹ്യുണ്ടായി വെന്യൂ ഫേസ് ലിഫ്റ്റ് 2022 മോഡലിൻ്റെ കുറച്ചധികം സ്പൈ ഷോട്ട്സ് കുറച്ച് കാലം മുമ്പ് നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അതിൽ ഈ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ മാത്രമേ കവർ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ കൂടി സ്പൈ ഷോട്ട്സ് കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇപ്പോൾ ഓവറോൾ ഈ വാഹനത്തിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെ ഫ്രണ്ട് ലുക്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രില്ല് അവർ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ കൂടുതലും പുതിയ ക്രെറ്റ ഫേസ് ലിഫ്റ്റ് ഇന്തോനേഷ്യയിൽ ലോഞ്ച് ചെയ്ത മോഡൽ പോലെയും അതുപോലെ ബേസിക്കലി ഹ്യുണ്ടായിൻ്റെ പുതിയ ജനറേഷൻ ട്യൂസോൺ പോലെയാണ് ഈ വാഹനത്തിന് ഗ്രില്ലും അവർ കൊടുത്തിരിക്കുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഇപ്പോഴത്തെ ഗ്രില്ല് വരുന്നത്. സെൻട്രലിൽ ഹ്യുണ്ടായുടെ ലോഗോ ഉണ്ട്. അതായത് ഇപ്പോഴത്തെ ഹ്യുണ്ടായി വെന്യൂവിലുള്ള ഗ്രില്ലല്ലായിരിക്കും ഇനി പുതിയ മോഡൽ വരാൻ പോകുന്നത്. ഗ്രില്ല് അവർ കംപ്ലീറ്റ്ലി മാറ്റും. മാത്രമല്ല ഇതിൻ്റെ ബമ്പറിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഇപ്പോൾ ഈ മോഡൽ കുറച്ച് വ്യത്യാസമുള്ളതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അസംബ്ലി, DRLസിൻ്റെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ടോപ്പിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് ഇപ്പോഴും വരുന്നത്. നമ്മളിപ്പോൾ പല വാഹനങ്ങളും ഇപ്പോഴത്തെ കാലത്ത് കാണുന്ന ടോപ്പിലെ DRLസിൻ്റെ പ്ലേസ്മെൻറ്റും അതുപോലെ താഴെ ഹെഡ്ലാമ്പ്സിൻ്റെ പ്ലേസ്മെൻറ്റുമാണ്. ഈ വാഹനത്തിൽ പക്ഷേ ടോപ്പിലാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ്. ഹാലജൻ തന്നെയാണ് ഇപ്പോഴും ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് കാണുന്നത്. അത് അവർ LED ഒന്നും ആക്കിയിട്ടില്ല. എന്തായാലും സെൻട്രലിൽ ഹെഡ്ലാമ്പ്സ് റൗണ്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ വാഹനത്തിൽ ഇനിയും DRLസിൻ്റെ പ്ലേസ്മെൻറ്റ് വരാൻ പോകുന്നത്. താഴെ തന്നെയാണ് ഇതിൻ്റെ ഹെഡ്ലാമ്പ്സും അവർ മാറ്റി കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഹെഡ്ലാമ്പ്സ് ഹാലജൻ ആണോ അതോ LED ആണോ എന്നറിയില്ല. ഇപ്പോഴത്തെ മോഡൽ എന്തായാലും ഹാലജൻ ആണ് വരുന്നത്, LED വരുന്നില്ല. അതിപ്പോൾ ഒരു അപ്ഗ്രേഡേഷനായിട്ട് ഇവർക്ക് വേണമെങ്കിൽ LED ഹെഡ്ലാമ്പ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു അപ്ഗ്രേഡേഷൻ ആയേനെ. കാരണം ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ പല വാഹനങ്ങളും LED ഹെഡ്ലാമ്പ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഈവൻ ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വരുന്ന ചീപ്പായിട്ടുള്ള വാഹനങ്ങളെ മാഗ്നറ്റും കൈറോ ആണെങ്കിൽ തന്നെ LED ഹെഡ്ലാമ്പ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തന്നെ വേറൊരു സഹോദരനായ കിയ സോണറ്റ് ആണെങ്കിൽ തന്നെ അതിലും LED ഹെഡ്ലാമ്പ്സ് ഉണ്ട്. അപ്പോൾ വെന്യൂയിലും കൂടി LED ഹെഡ്ലാമ്പ്സ് വരികയാണെങ്കിൽ അതൊരു നല്ല അപ്ഗ്രേഡേഷൻ ആയേനെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ റിയർ എൻഡിൻ്റെ ഒരു സ്പൈ ഷോട്ട് കൂടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നേരത്തെ കിട്ടിയ സ്പൈ ഷോട്ട് അത്ര ക്ലിയർ അല്ലായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ റിയർ ഡിസൈൻ, ടെയിൽ ലാമ്പ്സിൻ്റെ ഡിസൈനൊക്കെ എങ്ങനെയായിരിക്കും എന്ന് അതിൽ നിന്ന് അത്ര ക്ലിയർ ആയില്ലായിരുന്നു. പക്ഷേ ഈ ഡിസൈൻ, അതായത് ഈ സ്പൈ ഷോട്ട് കുറച്ചും കൂടെ ക്ലിയർ ആണ്. ഇതിൻ്റെ ടെയിൽ ലാമ്പ്സിൻ്റെ ഡിസൈൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ LED ടെയിൽ ലാമ്പ്സ് ആണ് ഈ വാഹനത്തിൽ കൊടുക്കുന്നത്. അതുമാത്രമല്ല അതിലൊരു കൈൻഡ് ഓഫ് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ പോലത്തെ LED ഇൻസേർട്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. കാണുന്നതായാലും എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഡിസൈൻ ഇപ്പോൾ ഉള്ളതിൻ്റെ ഡിസൈനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ റിഫ്ലക്റ്റേഴ്സിൻ്റെ ഡിസൈൻ ആണെങ്കിൽ തന്നെ അവരിപ്പോൾ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല റിഫ്ലക്റ്റേഴ്സിൻ്റെ സൈസും കുറച്ച് വലുതായതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി ഒരു പക്ഷേ അവർ അവിടെ വേറെ എന്തെങ്കിലും ലൈറ്റ്സ് കൊടുക്കുമെന്നറിയില്ല. അതായത് ഇപ്പോൾ റിവേഴ്സ് ലൈറ്റോ അങ്ങനത്തെ എന്തെങ്കിലും അവിടെ കൊടുക്കുമെന്നറിയില്ല. ഇതിൻ്റെ പുറകിലത്തെ ബമ്പറിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഇപ്പോഴുള്ള വെന്യൂവിൻ്റെ ബമ്പറിൻ്റെ ഡിസൈൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം വന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ബാക്കി ഈ വാഹനത്തിൻ്റെ ബോഡി പ്രൊപ്പോർഷൻസിലോ കാര്യങ്ങളിലോ ഒന്നും വലിയ വ്യത്യാസം വന്നതായിട്ട് തോന്നുന്നില്ല. അലോയ് വീൽസിൻ്റെ ഡിസൈനാണ് അവർ പിന്നെ മാറ്റം വരുത്തിയിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതിലങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവേണ്ട ഒരു സാധ്യതയില്ല. ഈ വാഹനം ഇപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായി സ്പോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സൗത്ത് കൊറിയയിലാണ്. ഹ്യുണ്ടായുടെയും അതുപോലെ കിയയുടെയും ഏത് വാഹനമാണെങ്കിലും അവരാദ്യം ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി സൗത്ത് കൊറിയയിൽ തന്നെയാണ്. അല്ലാതെ ഇന്ത്യയിൽ അവർ ടെസ്റ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാറില്ല. ഇന്ത്യയിൽ നല്ല ആക്ച്വലി അവർ മറ്റെവിടെയും ടെസ്റ്റിംഗ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാറില്ല. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സൗത്ത് കൊറിയയിലായിരിക്കും. അതിനുശേഷം പിന്നെ അവർ ഈ വാഹനം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പല മാർക്കറ്റുകളിലും അവർ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ തന്നെ അവർ കാരൻസൊക്കെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ആ വാഹനത്തിന് ആദ്യം ടെസ്റ്റിംഗ് കണ്ടിരുന്ന സൗത്ത് കൊറിയയിൽ തന്നെയാണ്. ഇപ്പോൾ ഈ വാഹനം, അതായത് വെന്യൂ ഫേസ് ലിഫ്റ്റ് 2022 അല്ലെങ്കിൽ 2023 ഗ്ലോബൽ ലെവൽ മാർക്കറ്റുകളിൽ എത്തി തുടങ്ങുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ 2023 അവസാനം അതും അല്ലെങ്കിൽ 2024 ആകുമ്പോഴേക്കും ഇന്ത്യയിലും നമ്മൾ ഈ ഒരു വാഹനം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഹ്യുണ്ടായിക്ക് ഇന്ത്യയിലുള്ളതിൽ വെച്ച് കോമ്പാക്ട് SUVസിൻ്റെ സെയിൽസ് നോക്കുകയാണെങ്കിൽ മോശമില്ലാത്ത സെയിൽസ് വെന്യൂവിനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വാഹനത്തിന് സമയത്തിനനുസരിച്ച് ഒരു അപ്ഡേറ്റ് കൊടുക്കുക എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി വെന്യൂ ഫേസ് ലിഫ്റ്റ് വരുമ്പം ഇതിൽ വരാൻ പോകുന്ന വ്യത്യാസങ്ങൾ നോക്കുകയാണെങ്കിൽ കോസ്മെറ്റിക് ചേഞ്ചസ്, അതായത് ഈ വാഹനത്തിന് ഫ്രണ്ടിലും റിയറിലൊക്കെ ചെറിയ കോസ്മെറ്റിക് സൈഡ്സിൽ വ്യത്യാസം വരുന്നതായി നമ്മളിപ്പോൾ ഈ സ്പൈ ഷോട്ട്സിലൂടെ തന്നെ കണ്ടിരുന്നു. ഡിസൈൻ ആണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അവിടെയും കുറച്ച് വ്യത്യാസങ്ങൾ കോസ്മെറ്റിക്സിൻ്റെ ഭാഗമായൊക്കെ വരാൻ സാധ്യതയുണ്ട്. കോസ്മെറ്റിക്സിൻ്റെ ഭാഗമായി അല്ലാതെയും കുറച്ച് ചേഞ്ചസ് ഈ വാഹനത്തിന് ഇൻറ്റീരിയേഴ്സിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിലിപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചേഞ്ചസ് ഇതിൻ്റെ ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ സൈസ് കൂട്ടുക. ഇപ്പോൾ വരുന്ന ഒരു 8 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ആണ്. പക്ഷേ ഈവൻ ഹ്യുണ്ടായി i20യിൽ തന്നെ 10.25 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വെന്യൂവിലും 10.25 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം വരുന്നതാണെങ്കിൽ അത് നല്ലൊരു കാര്യമാവും. അതുമാത്രമല്ല ഇപ്പോൾ ഈ വാഹനത്തിൽ കുറച്ചുകൊണ്ട് ഫീച്ചേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിൽ വരുന്ന എയർ പ്യൂരിഫയർ ഒക്കെ ഫ്രണ്ടിലത്തെ ആംറസ്റ്റിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. അതുമാത്രമല്ല ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഇപ്പോൾ സോണറ്റിലൊക്കെ വരുന്ന പോലെ ഓൾമോസ്റ്റ് ഡിജിറ്റൽ പോലെ ആക്കിയിരുന്നെങ്കിൽ അതും അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ആയനെ. ബാക്കി ഓൾമോസ്റ്റ് ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വെന്യൂവിൽ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ക്രൂസ് കൺട്രോൾ ഉണ്ട്, സ്റ്റിയറിംഗ് മോഡ്, ഓഡിയോ കൺട്രോൾസ് ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, 16 ഇഞ്ച് അലോയ് വീൽസ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതിന് പുറമെ വയർലെസ് ചാർജർ, ഇലക്ട്രിക് സൺറൂഫ് പോലുള്ള ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇതിലങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ അപ്ഡേറ്റ് ആവശ്യമില്ല. പക്ഷേ എന്നാലും ഇത്രയും ഫീച്ചേഴ്സ് കൂടി ഈ വാഹനത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ സെഗ്മെന്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാവും. പിന്നെ ഇപ്പോൾ സോണറ്റിലൊക്കെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. അതും ഇതിൽ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ പറയാമായിരുന്നു. ഇതിനെന്തായാലും എഞ്ചിൻ റിലേറ്റഡ് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഈ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ വരുന്നതിലൂടെ അതിലുണ്ടാവാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ വെന്യൂവിൽ വരുന്ന ഒരു 1 ലിറ്റർ ടർബോ GDA പെട്രോൾ അവൈലബിൾ ആണ്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. ഇതിന് പുറമെ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും അവൈലബിൾ ആണ്. ഡീസലും അതുപോലെ 1.2 പെട്രോളും മാനുവൽ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. 1 ലിറ്റർ ടർബോ GDI IMTയിലും അതുപോലെ 7 സ്പീഡ് DC to
ഓട്ടോമാറ്റിക്കിലും മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഇതാണ് ഇപ്പോൾ വരുന്ന ട്രാൻസ്മിഷൻസിൻ്റെ ലൈനപ്പ്. ഇത് പക്ഷേ ചെറുതായിട്ടൊന്ന് മാറ്റി ഈ വാഹനത്തിൽ ഡീസൽ ഓട്ടോമാറ്റിക് കൂടി കൊണ്ടുവരായിരുന്നെങ്കിൽ അതും ഒരു നല്ല അപ്ഗ്രേഡേഷൻ ആയിട്ട് തന്നെ പറയാമായിരുന്നു. കാരണം സോണറ്റിൽ ഇപ്പോഴും ഡീസൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഒരുപക്ഷെ വെന്യൂവിൻ്റെ ഡീസൽ മോഡൽസിന് അങ്ങനെ അധികം സെയിൽസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവരൊരു ഡീസൽ ഓട്ടോമാറ്റിക്കിനെ പറ്റി ഇപ്പോൾ ആലോചിക്കാത്തത്. എന്തായാലും ഗൈസ്, ഇതാണ് പുതിയ വെന്യൂ ഫേസ് ലിഫ്റ്റിനെ പറ്റി നമുക്ക് ഇപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.